കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ മാറും. അത് ഞാൻ 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനും ഒരുപോലെ മാറ്റിത്തരുന്ന ഒരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്കിപ്പം അങ്ങനെയും ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞായറാഴ്ച ടൈം ഉണ്ടാവുമല്ലോ. സ്കൂൾ കുട്ടികളാണെങ്കിലും അതുപോലെ വർക്കിംഗ് വുമൺസ് ആണെങ്കിലും ഒക്കെ ഞായറാഴ്ച ടൈം ഉണ്ടാവും. ആ ഞായറാഴ്ച ടൈമിൽ മാത്രം ഈ ഒരു റെമഡി ചെയ്താൽ മതി. ആകെ 2 ഇൻഗ്രീഡിയന്റ് ഇതിൽ വരുന്നുള്ളൂ. ഈ 2 ഇൻഗ്രീഡിയന്റ് നിങ്ങളുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. എന്താണ് ഇൻഗ്രീഡിയന്റ്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഈ 2 സാധനം ലോകത്ത് എവിടെയും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിനി വീട്ടിലുള്ളതെന്ന് ആരും പറയരുത്. ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മുടി വളർച്ച ഇരട്ടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ മുടി വളർച്ച നിന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കും മുടി വളരാൻ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഒന്നുമില്ല, ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റും കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് ഈ ഒരു ലിക്വിഡാണ് നമ്മൾ നമ്മുടെ തലയോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത് എന്താ ഇൻഗ്രീഡിയന്റ് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയന്റ്. ഇത് നമ്മളെ തലയിലെ താരന് മാറ്റും, അതുപോലെ മുടി വളർച്ച ഇരട്ടിപ്പിക്കും. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച മാത്രം. ഇപ്പൊ വർക്കിംഗ് വുമൺസും അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയാ, കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് മുതൽ 15 വയസ്സുള്ള ഏതൊരാൾക്കും യൂസ് ചെയ്യാം. അതിന് താഴേക്കുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതേപോലത്തെ പാൻചീർപ്പില്ലേ, അത് വാങ്ങിയിട്ട് നമ്മൾ തലയോട്ടിയിലൊക്കെ ഒന്ന് ഇങ്ങനെ മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു റെമഡിയാണ്. പെട്ടെന്ന് മുടി കിളിർക്കും. ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് വളരും കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഓരോ ഭാഗം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പാൻചീർപ്പ് വെച്ചിട്ട് അവിടെ ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഈ ഒരു ലിക്വിഡ്, ഈ ഒരു വെള്ളം ഇങ്ങനെ തലയോട്ടിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഞാൻ മൊത്തം ഹെയറും അതുപോലെ തന്നെ ഓരോരോ ഭാഗം പകുത്തിട്ട് ഇങ്ങനെ പാൻചീർപ്പ് വെച്ച് മസാജ് ചെയ്യും. അതിനുശേഷം അവിടെ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ലിക്വിഡ് തേച്ച് കൊടുക്കും. അങ്ങനെ ഓരോ ഭാഗവും ചെയ്തതിന് ശേഷം കാണാം. അപ്പൊ ഞാൻ തലയിൽ മൊത്തം സ്കാൽപ്പിൽ മൊത്തം ഞാൻ ഈ ഒരു ഉള്ളിന്റെയും വെളുത്തുള്ളിന്റെയും നീര് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കാം. അപ്പം നമ്മളിതാ ഇതേപോലെ നമ്മളെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് മുടി തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതുകൂടാതെ ആ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ നമ്മളെ മുടി വളർച്ച ഇരട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും ചെയ്യണം. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ, അതായത് മസാജിങ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ മുടി വളരാൻ വേണ്ടി സഹായിച്ചത്. ഞാൻ എപ്പോഴൊക്കെ ഓയിലിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ മസാജ് ചെയ്യും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച കാര്യം. ഈ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളതും അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ്. അത് രണ്ടും കൂടി എടുത്തൊന്ന് അടിക്കുക, അതിൻ്റെ നീരെടുക്കുക, തേക്കുക. ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ നല്ലതാണല്ലോ. അതുപോലെ മുടീൻ്റെ വളർച്ചയും വളരാത്ത മുടി ഏത് ഭാഗത്ത് വളരുന്നില്ലോ ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് വളർച്ച, അതായത് മുടി പുതിയതായിട്ട് കിളിർക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഇനി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തല വെറുതെ വാഷ് ചെയ്യണം. ഞാൻ വെറുതെ വാഷ് ചെയ്ത, ഞാൻ മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യും. കാരണം ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും സ്മെല്ല് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 20 മിനിറ്റ് എന്റെ തലയിൽ ഞാൻ അത് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം കഴുകി കളയാണ് ചെയ്തത്. അതും മൈൽഡ് ഷാമ്പു ഇട്ടിട്ടാണ് കഴുകി കളഞ്ഞത്. കാരണം അതിന്റെ സ്മെല്ലൊരു എനിക്ക് പിടിക്കൂല. അതുകൊണ്ട് ഉള്ളിന്റെയും വെളുത്തുള്ളിന്റെ ഒക്കെ സ്മെല്ലല്ലേ, അപ്പൊ അത് തലയിൽ ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും. അപ്പൊ അത് കഴുകിക്കളഞ്ഞു. അപ്പൊ ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ തലയിൽ ഇച്ചിങ് മാറിയതായിട്ട് തോന്നും. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് താരൻ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ വരിക, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ്, അതും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വെള്ളം ചേർക്കരുത്. ഇതിന്റെ 2ന്റെ നീര് തന്നെയായിരിക്കണം നമ്മൾ തലയിൽ തേക്കുന്നത്. അത് അപ്പോഴേ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുള്ളൂ. ഉള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, തണുപ്പുള്ള സാധനമാണ്. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ അധിക നേരം തലയിൽ വെക്കാതിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് അപ്പൊ തന്നെ കഴുകിക്കളയുക. ഞാനൊക്കെ ഫസ്റ്റ് ടൈം, എനിക്ക് നല്ല അലർജി ഉള്ള ടൈമിലൊക്കെ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് നീരിറക്കുക വരികയായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ തലയിൽ നന്നായിട്ട് ഇത് വെച്ചിട്ട് മസാജ് കൊടുക്കും. മസാജ് ചെയ്തിട്ട് അപ്പൊ തന്നെ കഴുകിക്കളയും. പക്ഷെ ആ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലേക്ക് നല്ല രീതിക്ക് തന്നെ അതിന്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയിട്ടുണ്ടാവും ആ തലയോട്ടിയിലൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഈ നീരിറക്കത്തിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് ബെയർ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പം ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ ചെയ്ത് അതായത് ഞാൻ ആദ്യം 5 മിനിറ്റ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത്, ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കഴുകിക്കളയായിരുന്നു ചെയ്യുക. അങ്ങനെ ചെയ്ത് പിന്നെ ഞാനൊരു 10 മിനിറ്റ് വെക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 20 മിനിറ്റിലേക്ക് ആക്കി. 20 മിനിറ്റാണ് കറക്റ്റ് നമ്മൾ വെക്കേണ്ടത്. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി ഡ്രൈ ആവും, നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആവും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെന്താണ്, മുടി വളർച്ചയ്ക്ക് നല്ലൊരു സാധനമാണ് ഉള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളെ തലയിലുള്ള കുരുക്കള്, അതുപോലെ തന്നെ തലയിൽ ഉണ്ടായിരിക്കുന്ന എന്താ പറയുക ഇച്ചിങ്, ഡാൻഡ്രഫ്, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാനും അതും പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ മാറും. അത് ഞാൻ 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും. കാരണം ഈ 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഇത്രയും മാറ്റങ്ങളോ നിങ്ങൾ ചിന്തിക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങൾക്ക് ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പൊ ഈ ഒരു 2 ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഡെയിലി യൂസേജിലുള്ളതാണ് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും. ഇത് നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ഏതൊരു ദിവസവും നമുക്കത് അവൈലബിൾ ആയിരിക്കും. അത് ഒരു കഷ്ണം എടുക്കുക, പിന്നെ 3-4 വെളുത്തുള്ളി എടുക്കുക, എന്നിട്ട് അത് അരയ്ക്കുക, എന്നിട്ട് അതിന്റെ നീര് നമ്മൾ തലയിലൊക്കെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം അത് ലീവ് ചെയ്യുക, എന്നിട്ട് കഴുകിക്കളയുക. അത്രേ ഉള്ളൂ. അപ്പം
ഈ ഒരു റെമഡി അത്രയും നല്ലൊരു റെമഡിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.